വെടിനിർത്തൽ കരാർ നീട്ടുവാനുള്ള US നിർദ്ദേശം ഹമാസ് അംഗീകരിക്കാത്തതിനാൽ ഗാസ മുനമ്പിലേക്കുള്ള എല്ലാ സഹായങ്ങളുടെയും വിതരണം തടഞ്ഞ് ഇസ്രായേൽ. വെടിനിർത്തൽ കരാർ നീട്ടുവാനുള്ള നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. സഹായങ്ങൾ എത്തിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിനെ തുടർന്നാണ് സഹായങ്ങൾ തടഞ്ഞത്. സഹായങ്ങളുടെ വിതരണം പൂർണ്ണമായി തടയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഗാസ വെടിനിർത്തലിന്റെ രണ്ടാംഘട്ട ചർച്ചകൾ എങ്ങുമെത്താതെ പിരിഞ്ഞിരുന്നു. ജനുവരിയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ 3 ഘട്ടമായുള്ള വെടിനിർത്തലിന് ധാരണയായിരുന്നെങ്കിലും രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നതിന് പകരം ഒന്നാം ഘട്ടം 4 ആഴ്ച കൂടി നീട്ടുവാനാണ് ഇസ്രായേലിന്റെ തീരുമാനം. എന്നാൽ ഇതിനോട് യോജിക്കുവാൻ ഹമാസ് തയ്യാറായിട്ടില്ല. വെടിനിർത്തലിന്റെ ആദ്യഘട്ടം റമസാൻ വരെയോ ഏപ്രിൽ 20 വരെയോ നീട്ടുവാൻ യുഎസിന്റെ മധ്യപൂർവേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് നിർദ്ദേശിച്ചിരുന്നു. നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രായേൽ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പകുതി ബന്ദികളെ ആദ്യ ദിവസവും ബാക്കി ബന്ദികളെ അവസാന വെടിനിർത്തൽ കരാറിലെത്തുമ്പോഴുമായി മോചിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ ഹമാസ് ഇതുവരെ പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളും പ്രതികരിച്ചിട്ടില്ല.